സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന കേസ് ഇക്കഴിഞ്ഞ 17-ന് റിയാദ് ക്രിമിനൽ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമവിധി പറയുന്നത് ഡിസംബർ 8-ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. നാളെ കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സൗദി സമയം രാവിലെ 9:30-ന് കേസ് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. പ്രൈവറ്റ് റൈറ്റ്സ് പ്രകാരം ദിയാദനം സ്വീകരിച്ച് കഴിഞ്ഞ ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയിരുന്നു. എന്നാൽ പബ്ലിക് റൈറ്റ്സുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. നാളെ ജയിൽ മോചന ഉത്തരവുണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കോഴമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം. ദിയാധനമായ 36 കോടിയോളം രൂപ മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. റഹീമിന്റെ മോചനത്തിനായുള്ള കാത്തിരിപ്പും പ്രാർത്ഥനയുമാണ് ഇനി. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, റിയാദ്.